നമ്മൾ വടക്കഞ്ചേരി UBS ഗാർഡൻ്റെ വില്ല പ്രൊജക്റ്റിലാണ് നിൽക്കുന്നത്. ഹൈവേയിൽ നിന്നും ദേശീയപാത NH 544 നിന്നും ഏറ്റവും തൊട്ടടുത്ത് നമ്മൾ എന്താ പറയുക, ഹൈവേ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ വടക്കഞ്ചേരി ടൗൺ തൊട്ടടുത്താണ്. പിന്നെ വടക്കഞ്ചേരിയെക്കുറിച്ച് പറയേണ്ടതില്ല. വടക്കഞ്ചേരി ടൗണിൻ്റെ പ്രത്യേകത എന്തെന്നാൽ തൃശ്ശൂർ ടൗണിലേക്കും നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ആളുകൾ ഈ 2 ജില്ലകളിലെ ആളുകൾ പോകുന്നത് തൃശ്ശൂർ നഗരത്തിലുള്ള ആശുപത്രികളാണ്. അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂരിലേക്കും പാലക്കാടിലേക്കും ഒരേ ദൂരമാണ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയന്നൂർ, ചിറ്റൂർ, മംഗൾ ഡാം, ഉള്ളേരിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഭാഗത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ഒരുപാട് പേര് താമസം തുടങ്ങിയിട്ടുണ്ട്. 2.5 ലക്ഷം മുതൽ ഇവിടെ ഓരോരോ ഫ്ലോട്ടുകൾ തുടങ്ങുന്നുണ്ട്. ഏറ്റവും അടുത്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും 2.5 ലക്ഷം മുതൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു വീട് പണിയുന്നതിനാവശ്യമായിട്ട് 90% ലോൺ ഫെസിലിറ്റീസ് അടക്കം കിട്ടാവുന്ന തരത്തിലാണ് ഇവിടെ ഹൗസിംഗ് ഫ്ലോട്ടുകൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോ നമുക്ക് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വരികയാണെങ്കിൽ വിശദമായി എല്ലാം തന്നെ പരിചയപ്പെടാവുന്നതാണ്. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഈ ചെറു കുടുംബങ്ങളായി ചുരുങ്ങുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സേഫ്റ്റി ആയിരിക്കണം. അപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി ഇവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തുള്ളവർക്കൊക്കെ വിദേശത്ത് പോയി വീടുകളിലൊക്കെ അധികം ആളുകളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായൊരു പ്രൊജക്റ്റാണിത്. നമുക്കറിയാം, കാരണം കൂടുതൽ സ്ഥലമെന്നുള്ളതല്ല, ഇപ്പോൾ എല്ലാവരും ചെറിയൊരു സംവിധാനത്തിലേക്ക് വരികയാണ്. ഇവിടെ അതിനുതകുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള ഹൗസിംഗ് പ്ലോട്ടുകളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വീട്. അതുപോലെ തന്നെ 6 മീറ്റർ, ഏറ്റവും ചുരുങ്ങിയത് 6 മീറ്റർ റോഡിന് വീതിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ സ്കൂൾ വണ്ടികളും വന്നു പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഈ പ്രൊജക്റ്റിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എല്ലാ ഫ്ലോട്ടുകളിലേക്കും വാട്ടർ സംവിധാനം എത്തിച്ചുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. വടക്കഞ്ചേരിയിലെ ഏറ്റവും വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ തൊട്ടുപുറകിലുണ്ട് പാർക്ക്, ഓപ്പൺ ജിം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലം വാങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്. നമസ്കാരം. നമ്മൾ UBS ഏറ്റവും വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റാണ്. അതായത് ഇത് ഏകദേശം ഹൈവേയിൽ നിന്ന് ഇത്ര ദൂരം വരുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ പാലക്കാടിലെ തന്നെ ഏറ്റവും വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റാണ് UBS ഗാർഡൻ. ഇത് ഹൈവേയിൽ നിന്നും വെറും 250 മീറ്റർ മാത്രമേ അകലത്തിലാണ്. പിന്നെ ഇവിടെ ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോ ആഗ്രഹിക്കുന്നവർക്കോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയും. മാത്രമല്ല ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ വീടുകൾക്കും. അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി കണക്ഷനും വാട്ടർ കണക്ഷനും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതും പോരാഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുതുതായിട്ട് സൂപ്പർ മാർക്കറ്റും തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ടർഫ്, ഓപ്പൺ ജിമ്മ്, പിന്നെ അതും പോരാഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതൊക്കെ ഭാഗത്തു നിന്ന്, അപ്പോൾ ആദ്യമൊക്കെ വടക്കഞ്ചേരി പരിസരത്തുള്ളവരായിരുന്നു, ഇപ്പോൾ പല ജില്ലകളിൽ നിന്നായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിൻ്റെ പുറത്തു നിന്നും ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങുന്നു. ഇപ്പം നമ്മൾ കോമൺലി കേരളത്തിൽ കുറേ ഡിസാസ്റ്റേഴ്സ് കാണുന്നുണ്ട്. പാലക്കാട് ഒന്നാമത് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതും പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്നവരോട് റീസൺ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞങ്ങളിവിടെ എല്ലാവിധ സേഫ്റ്റി ഒരുക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി 24 hours സെക്യൂരിറ്റിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് നമുക്ക് എന്ത് ഒരു പ്ലോട്ട് എടുത്തതാണെങ്കിലും നമ്മളിന് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊരാവശ്യത്തിനും നമുക്കിവിടെ വിളിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ആണെങ്കിലും മാനേജേഴ്സിൻ്റെ ആണെങ്കിലും നമ്മളിവിടെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കും. ഇല്ല നമുക്കിപ്പോൾ രാത്രിയാണെങ്കിലും എന്തൊരാവശ്യത്തിനാണെങ്കിലും നമുക്കിവിടെ വിളിക്കാൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ സുരക്ഷിതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണല്ലോ എല്ലാ സ്കൂളുകളും അതുപോലെ ആരാധനാലയങ്ങളൊക്കെ. അതെ, ഇവിടെ ഇപ്പോൾ കുറേ വീടുകൾ നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ കുട്ടികളുള്ളതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ വന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ IHRD കോളേജ് ഉണ്ട്. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അതും ഉണ്ട്. പിന്നെ കുറേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കുള്ള ചർച്ചാണെന്നുണ്ടെങ്കിലും പള്ളികളാണെന്നുണ്ടെങ്കിലും അമ്പലങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. പരിസരത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ദേശീയപാത NH 544 വടക്കഞ്ചേരിയിൽ
നമ്മുടെ പന്നിങ്കര ടോൾ പ്ലാസയുടെ ഏറ്റവും അടുത്ത് 250 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു പ്രൊജക്റ്റ് വണ്ടാഴിയിലും ഉണ്ടല്ലേ? വണ്ടാഴിയിൽ മാത്രമല്ല, നമുക്ക് മെയിനായിട്ട് 4 പ്രൊജക്റ്റാണ് വരുന്നത്. ഒന്ന് ഇരട്ടക്കുളത്ത്, ആയക്കാട്, പിന്നെ UBS ഗാർഡൻ. ഇതാണ് ഏറ്റവും വലിയ പ്രൊജക്റ്റ്. നമുക്കിനി പുതുതായിട്ട് വരുന്നത് വണ്ടാഴിയിലാണ്. അത് ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടാണെന്നുണ്ടെങ്കിലും ഈ സെയിം ഫെസിലിറ്റീസും സേഫ്റ്റിയും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്ന് സ്ഥലം വാങ്ങണം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരു മനസ്സിൽ തോന്നുകയാണെങ്കിൽ അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നോക്കണം. പുഴ, അതുപോലെ തന്നെ മല, ചെരുവ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നോക്കി വരുമ്പോൾ സ്ഥലം വാങ്ങുന്നതിനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ UBS ഗാർഡനിൽ ഹൗസിംഗ് പ്ലോട്ടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്ലോട്ടുകൾ നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യുക. ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ ഓഫീസുണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അവിടെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ എൻക്വയറി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പെട്ടെന്ന് നടത്താവുന്ന ഒരു സൗകര്യത്തിലാണ് ഇപ്പോൾ UBS മാനേജ്മെൻറ്റ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വ്യായാമത്തിനൊക്കെ ഒരു വലിയൊരു പ്രാധാന്യം വന്നിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മൾ പണ്ടത്തെ പോലെ സൈക്കിൾ അധികം ചവിട്ടുന്നില്ല, അതുപോലെ തന്നെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. നമ്മൾ വീട്ടിലെ ചെറിയ ചെറിയ പണികൾ പോലും ചെയ്യുന്നില്ല. ഒന്നാമത്തത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും വളരെ തിരക്കിലാണ്. നമ്മുടെ സാഹചര്യം, കാലഘട്ടം എല്ലാം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വില്ല പ്രൊജക്റ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വലിയൊരു ആശ്വാസമാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഓപ്പൺ ജിം, അതുപോലെ കുട്ടികൾക്ക് പാർക്ക്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക. സ്ഥലം വാങ്ങണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ വീട് വെക്കണം എന്നൊരു ചിന്ത വരുമ്പോൾ, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി ടൗൺ അന്തരീക്ഷത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ UBS ഗാർഡനിലേക്ക് എത്തുക. നമ്മുടെ വടക്കഞ്ചേരി ദേശീയപാതയിലുള്ള UBS ഗാർഡനിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ ഒരു ഹൗസ് വാമിംഗ് നടക്കുന്നുണ്ട് കേട്ടോ UBS ഗാർഡനിൽ. അപ്പോൾ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം എന്താണ് ഇവിടെ വാങ്ങാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നമസ്കാരം. അതായത് നമ്മൾ ഈ UBSൽ UBSൽ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങാനുള്ളൊരു കാരണം? ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത് ഒന്ന് അപ്കമ്മിങ് ആയിട്ടുള്ളൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് തോന്നി. അപ്പോൾ ഓക്കെ, എല്ലാം കൊണ്ടും നമുക്കിത് കറക്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള. മകന് ബാംഗ്ലൂരാണ് ജോലി. അപ്പോൾ ബസ്സിൻ്റെ സൗകര്യങ്ങളും മറ്റു എല്ലാ സൗകര്യങ്ങളും കണക്കിലെടുത്തിട്ട് ഞങ്ങൾ ആദ്യം പാലക്കാട് നോക്കിയെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ഇത് നോക്കിയപ്പോൾ ഈ പ്ലോട്ട്, ഈ പർട്ടിക്കുലർ ഏരിയ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ കുറേ നോക്കിയപ്പോൾ അന്ന് ഇത്ര ഡെവലപ്പ് ആയിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ റോഡ് പോലും ഒന്നും ആയിട്ടില്ല. പിന്നീട് അത് പെട്ടെന്നൊക്കെ നല്ല ഡെവലപ്പായി. റോഡൊക്കെ താമസം മുമ്പ് എവിടെ താമസം? ഞങ്ങൾ നെന്മറയിൽ, ഇപ്പോഴും നെന്മറ തന്നെ. ഞങ്ങൾ രണ്ടുപേരും നെന്മറക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നെന്മറ തന്നെ വീട് കെട്ടിയിട്ട് താമസിക്കണം. അപ്പോൾ ഒരു വീട് കെട്ടണം, അവിടെ ഇപ്പോഴത്തെ വീട്ടിൽ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഒന്ന് മാറി ഒരു കുറച്ചുകൂടി നല്ല സൗകര്യങ്ങളുള്ളൊരു വീട് കെട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സൗകര്യമായ മാഡം എപ്പോഴും വീടിനെ കുറിച്ചും അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്ത്രീകളാണല്ലോ. മാഡം എന്താണ് ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ വന്ന് പുതിയ താമസം ആരംഭിക്കുകയാണെന്ന് എന്തായാലും ഒരു ശുഭമുഹൂർത്തത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യണം. അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് നന്നാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ പ്ലോട്ട് എടുത്തത്. കുറച്ച് ശാന്തമായ അന്തരീക്ഷം. ഇപ്പോൾ താമസിക്കണത് ഞങ്ങൾ റോഡ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളും ഒക്കെ കൂടി. അപ്പോൾ റിട്ടയർഡ് ലൈഫിൽ കുറച്ച് നമുക്ക് സമയം ഉണ്ടാകും. അപ്പോൾ കുറച്ച് സ്ഥലം അധികം മേടിച്ച് ചെയ്യാം. അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പാർക്ക് ഉണ്ട്, അതുപോലെ ഈവനിങ്ങിൽ നടക്കാനും അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറയുമായിരുന്നു, ഞങ്ങൾ ഇവിടെ സ്ഥിരമായി നിൽക്കണമെങ്കിൽ അടുത്ത് കടയൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉദ്ഘാടനം, അത് സന്തോഷം. പിന്നെ മോൻ എപ്പോഴും രാത്രി ബസ്സിനൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ബാംഗ്ലൂർക്ക് ബസ് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ പാലക്കാട് പോവുകയാണെങ്കിലും ഇവിടുന്ന് ഹൈവേയിലായതുകൊണ്ട് യാത്രയുടെ ബുദ്ധിമുട്ടില്ലല്ലോ. നമസ്കാരം, എന്താണ് പേര്? അഭിനവ്. എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. അതല്ലേ, എങ്ങനെയുണ്ട് വടക്കഞ്ചേരി ഹൈവേയോട് ചേർന്ന് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇന്നു മുതൽ താമസം ആരംഭിക്കുകയാണ്, എന്താണ് പറയുന്നത്? ഈ പ്ലോട്ട് സജസ്റ്റ് ചെയ്തത് പോലും ഞാനാണ്. അതല്ലേ. അപ്പോൾ ഞാനും അമ്മയും കൂടെ വന്നിട്ടാണ് നോക്കിയത്.
പിന്നെ അതിൽ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് ബാംഗ്ലൂർക്ക് പോകാനുള്ള സൗകര്യം ശരിക്കും ഇവിടുന്ന. അപ്പോൾ ആ ഒരു ഹൈവേ സൈഡിൽ നിന്നുള്ളൊരു വന്നിറങ്ങിയ ഏത് നിമിഷവും അതെ ആ ഒരു അഡ്വാൻറ്റേജാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പം അതാണ് എനിക്ക് ഇവിടെ തന്നെ മതി എന്നുള്ള പോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഇവരെ വീട് പണിയുന്നതുമായിട്ടുള്ള സർവീസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളായിരുന്നു. ഞാൻ പിന്നെ അധിക ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ തന്നെയായിരുന്നു കൂടുതലും. ഞാൻ വരുന്ന സമയത്തൊക്കെ വന്ന് നോക്കും. എന്തായാലും വിലപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് ചെലവഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വടക്കഞ്ചേരിയിലെ ഏറ്റവും വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റ് ആയ UBS ഗാർഡനിലെ വിശേഷങ്ങളാണ് കണ്ടത്. എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ കണക്ഷൻ, അതുപോലെ തന്നെ റോഡ്, ടാറിങ്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഓപ്പൺ ജിമ്മ്, ടർഫ് കോർട്ട്, ഇപ്പോൾ ഇതാ സൂപ്പർ മാർക്കറ്റും വന്നിരിക്കുകയാണ്. ഇത്രയധികം വീടുകളുടെ ഉള്ളിൽ അവർക്ക് പുറത്ത് പോകാതെ തന്നെ അത്യാവശ്യം പലചരക്ക് പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒന്ന് ചിന്തിക്കുന്നവർ ആദ്യം വന്ന് വടക്കഞ്ചേരി തേനെടുക്കിൽ നിന്നും 250 മീറ്റർ മാത്രം ദൂരത്തിൽ UBS ഗാർഡൻ്റെ ഹൗസിംഗ് ഫ്ലോട്ടുകളുണ്ട്. ഇവിടെ വന്ന് ആദ്യം സന്ദർശിക്കുക, നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക. നിങ്ങൾക്ക് സ്വപ്ന ഭവനം പണിയുന്നതിനായിട്ട് ബുക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ, ഇത്രയും കാര്യങ്ങൾ ഇവർ നൽകുന്നുണ്ട് നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. വീട് വെക്കണം എന്ന ആഗ്രഹം പറയുന്നവർക്കും ഒന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ വരിക, ഇവിടെ വന്ന് സന്ദർശിക്കുക.